ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ ഈ ലോകം ഇന്ന് ശാസ്ത്ര പുരോഗതിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രം എന്നുള്ള വാക്കിന് സംസ്കൃതത്തിൽ വേറൊരു അർത്ഥവും കൂടിയുണ്ട്. പൊതുവേ സയൻസ് എന്ന് പറയുന്ന ഒന്ന് നമ്മളുടെ ഓരോരോ കാര്യങ്ങളിലും യുക്തിയുക്തം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒന്നാണെന്നാണ് ധാരണ. അതേപോലെ തന്നെ മഹർഷിമാരുടെ കാഴ്ചപ്പാടിൽ ശാസ്ത്രമെന്ന് പറയുന്നത് വേറൊരു ഡൈമെൻഷനിലാണ് അവർ കാണുന്നത്. അതായത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ശാസ്ത്രമെന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളെയാണ് ശാസ്ത്രമെന്ന് പറയുന്നത്. ഇപ്പോൾ ദൈവദശകം, ആത്മോപദേശ ശതകം, ദർശനമാല, അദ്വൈത ദീപിക, ബ്രഹ്മവിദ്യാ പഞ്ചകം എന്നുള്ള കൃതികളെയൊക്കെ നമ്മൾ ശാസ്ത്രം എന്ന് പറയും. അതിനു മുൻപ് ഉള്ള മഹർഷിമാർ എഴുതിയിട്ടുള്ളതാണ് ഉപനിഷത്തുകൾ, ഭഗവത്ഗീത. ഇതിനെയൊക്കെ ശാസ്ത്രമെന്ന് പറയും. ആധുനിക ശാസ്ത്രവും ഈ മഹർഷിമാരുടെ ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആധുനിക ശാസ്ത്രം വിശകലനം ചെയ്യുന്നത് ഭൗതികമായിട്ടുള്ളതിനെ വിശകലനം ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു സത്യം കണ്ടെത്തുക എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് എത്താൻ പറ്റുന്നുമില്ല. നമ്മളുടെ വലിയ ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ അന്വേഷിച്ച് അവരിപ്പോൾ ആറ്റംസിലേക്കും അതുപോലെ തന്നെ നാനോ ഫിസിക്സിലേക്കൊക്കെ എത്തുമ്പോഴും അതിനെയും പ്രവർത്തിപ്പിക്കുന്നത്, ചലിപ്പിക്കുന്നത് എന്താണ് എന്ന് നമ്മളുടെ ഈ ഉപകരണങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവിടെ അവർ അന്തം വിട്ട് നിൽക്കുകയാണ്. അതായത് മനസ്സിലാക്കാൻ പറ്റാത്ത, നമ്മുടെ യുക്തിക്ക് പിടികിട്ടാത്ത ഒരു തലത്തിലേക്കാണ് സത്യസന്ധമായി ആധുനിക ശാസ്ത്രം പോലും എത്തി നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ ചിന്തിക്കാത്ത ചിലരാണ് ആധ്യാത്മികത എപ്പോഴും അന്ധമായിട്ടുള്ള വിശ്വാസമാണ്, അത് ശാസ്ത്രമല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭൗതികമായിട്ടുള്ള ഒന്നിനെ വിശകലനം ചെയ്ത് പോലും നമുക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും പിടികിട്ടാത്ത ഒരു തലത്തിലേക്ക് ഇത് മാറുകയാണ്. ഈ എനർജിയെ സ്പന്ദിപ്പിക്കുന്നത് എന്ത് എന്ന് പിടികിട്ടുന്നില്ല. ഇനി ഇത് എന്തിനു വേണ്ടിയാണ് നമ്മൾ കണ്ടെത്തുന്നത്? ആത്യന്തികമായി നമ്മൾക്ക് ശാന്തിയും സമാധാനവും ആവശ്യമാണ്. ഈ ശാന്തിയും സമാധാനവും ഇങ്ങനെ പോകുന്നത് കൊണ്ട് അവർക്ക് പ്രദാനം ചെയ്യാൻ പറ്റുന്നുമില്ല. മഹർഷിമാരുടെ ശാസ്ത്രവും ഈ പറഞ്ഞ പോലെ അവരും കണ്ടെത്താൻ ശ്രമിക്കുന്നത് മനുഷ്യൻ്റെ ആത്യന്തികമായിട്ടുള്ള ആ ഒരു സുഖത്തിലേക്ക്, ശാന്തതയിലേക്കാണ്. നമ്മൾക്ക് ആ ഒരു തലത്തിലേക്ക് എത്തുവാനായിട്ട് വിഘാതമായി നിൽക്കുന്നത് എന്താണ്? അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ വിശകലനം ചെയ്ത് പോകുമ്പോഴാണ് സത്യസന്ധമായി മുൻവിധികളില്ലാതെ പോകുമ്പോൾ രണ്ടും വന്ന് എത്തി നിൽക്കുന്നത് ഒരു പോയിന്റിലേക്കാണ്. മനുഷ്യൻ്റെ ശാന്തിയും സമാധാനവും സുഖവും. ഇത് രണ്ടും പ്രദാനം ചെയ്യുവാൻ പര്യാപ്തമല്ല എങ്കിൽ, ഈ ശാസ്ത്രത്തിനത് പറ്റുന്നില്ല എങ്കിൽ അത് തെറ്റാണ് താൻ. അതിനെ നമുക്ക് പിന്തുടരാൻ പറ്റില്ല. പക്ഷേ കൃത്യമായ ഒബ്സർവേഷനിലൂടെ മുൻവിധികളെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് ആ തലത്തിൽ എത്തിപ്പെടാനും സാധിക്കും. അതുകൊണ്ട് മഹർഷിമാരുടെ ആ കണ്ടെത്തലുകൾ ബാഹ്യമായിട്ടുള്ള ഉപകരണങ്ങൾ കൊണ്ട് ഉള്ളതല്ല. അവരുടെ മനസ്സിനെയും ബുദ്ധിയെയും
നിയന്ത്രിച്ചുകൊണ്ട്, ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് സംയമം ചെയ്തുകൊണ്ടാണ് അവർ ആ ഒരു തലത്തിലേക്ക് എത്തിയത്. അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അതിന് മാറ്റം ഉണ്ടാകുന്നില്ല. അവർ പ്രതിപാദിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായിട്ടുള്ള ആ ചൈതന്യത്തെ കണ്ടെത്തുക, അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതറിയുമ്പോൾ മാത്രമാണ് ശരിക്കും നമ്മൾ അറിയേണ്ടതിനെ അറിയുന്നത്. അങ്ങനെ ഒരു വിദ്യ, അങ്ങനെയുള്ളൊരു ശാസ്ത്രം ഒരുപക്ഷെ ലോകത്ത് നമുക്ക് കാണാൻ പറ്റില്ല. ഭൗതികമായി മറ്റു പല കാര്യങ്ങളിലും നമുക്കത് ഉപയോഗപ്പെടുത്താമെങ്കിലും ആത്യന്തികമായി അതിൻ്റെ പരിമിതികൾ നിലനിൽക്കുകയാണ്. നമുക്കപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഇത്രമാത്രം ശാസ്ത്രീയമായി പ്രതിപാദിച്ചിട്ടുള്ള ഈ അറിവ് നമ്മൾ സ്വീകരിക്കുകയും സ്വാംശീകരിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ പിന്നെ എങ്ങനെയാണ് ഭേദബുദ്ധി ഉണ്ടാകുന്നത്? ആധ്യാത്മികമായും അതേപോലെ തന്നെ ഭൗതികമായും ഈ ശാസ്ത്രങ്ങളൊക്കെ കൈകാര്യം ചെയ്യുകയും അതിവിടെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോഴും എന്തുകൊണ്ട് ഇത്രമാത്രം ഭൗതികമായി അസമത്വം, വിഭാഗീയത, സ്വാർത്ഥത ഇവിടെ നമ്മളിലെല്ലാവരിലും നിലനിൽക്കുന്നു? അതെന്തുകൊണ്ട് നമ്മൾക്ക് മാറ്റാൻ പറ്റുന്നില്ല? ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു വസ്തുത. ഒരു സാങ്കല്പിക ലോകത്ത് ജീവിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഇന്നത്തെ ഈ ലോകത്ത് നമ്മൾ ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും നമുക്ക് ആവശ്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ശാന്തിയും സമാധാനവും ഉണ്ടാകുകയുള്ളൂ. ഈ വെട്ടിപ്പിടിക്കലുകളെല്ലാം താൽക്കാലികമാണ്. ഒന്നിൻ്റെയും അടിമകളായി മാറാതെ സ്വതന്ത്രരായി നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കണം. അതിനെത്രമാത്രം നമുക്ക് സാധിക്കുമെന്നുള്ള വിശകലനമാണ് അനിവാര്യമായിട്ടുള്ളത്. അതിനേവർക്കും സാധിക്കട്ടെ. നമസ്കാരം.